ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാത ജാഗരണ ശുശ്രൂഷയെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത്, സമയത്തെ ബുദ്ധിയോടെ ഉപയോഗിച്ച് വിശ്വസ്തയോടെ പ്രവർത്തിക്കുക. എന്റെ മനഃപ്പാഠവാക്യം തന്നിരിക്കുന്നത്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യം. വേദപുസ്തകം സസൂക്ഷ്മതയോടെ പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വലിയ വിഷയമെന്ന് പറയുന്നത്, ഇത് ദുഷ്കാലമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആയതുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നും ദൈവത്തിന്റെ വചനം പറയുന്നതായി കാണുവാൻ സാധിക്കും. നാം സമയത്തെ വിനിയോഗിക്കുന്നതായ നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ച് വളരെ ബോധവാന്മാരായി തീരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. സമയത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ദൈവമക്കളായ നാം ഓരോരുത്തരും സഞ്ചരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ കൃത്യത, പങ്ക്ച്വാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും, കൃത്യത പാലിക്കുക എന്നുള്ളതായ ഒരു വലിയ ഉത്തരവാദിത്തമാണ് ദൈവം ഓരോ വ്യക്തികളുടെ ശിരസിലും നൽകിയിരിക്കുന്നത്. ആ സമയത്തെ തക്ക നിലയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പരമാർത്ഥതയോടുകൂടെ ദൈവോദ്ഭാഗം നിൽക്കുവാൻ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ സമയങ്ങളെ വിലപ്പെട്ടതായി നാം കാണുന്നില്ല എങ്കിൽ, എങ്ങനെയെങ്കിലും ഒക്കെ മതിയെന്ന് വിചാരിച്ചാൽ എല്ലാറ്റിനും ഒരു കണക്ക് ബോധിപ്പിക്കേണ്ടതായ ഒരു സമയം വരുമെന്ന് ദൈവവചനം പറയുന്നു. ആയതുകൊണ്ട് നമ്മുടെ സമയത്തെ വളരെ വ്യക്തമായി ഉപയോഗിച്ചുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ബുദ്ധിയോടും വിശ്വസ്തയോടുകൂടെ ന്യായപാലനം ചെയ്യേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. വിശ്വസ്തത നഷ്ടപ്പെട്ടതായ ഒരു ലോകത്താണ് ദൈവമക്കളായി നാം ഓരോരുത്തരും ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. വിശ്വസ്തത പലതിലും നഷ്ടപ്പെട്ടു. ചിലർക്ക് ആരാധനയോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടു. ചിലർക്ക് ജീവിതത്തോടുള്ള അതേ സാഹചര്യത്തിൽ വിശ്വസ്തത നഷ്ടപ്പെട്ടു. ഇന്ന് വിശ്വസ്തതയ്ക്ക് യാതൊരു മൂല്യങ്ങളും കൽപ്പിക്കാത്ത ഒരു മ്ലേച്ഛ ലോകത്താണ് ഓരോ വ്യക്തികളും ജീവിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുവാൻ ചിന്തനീയമായ നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസം എന്ന് പറയുന്നത് ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചതായി വിശുദ്ധ ദിവസമാണെന്ന് അറിയാം. എന്നാൽ ആരാധനയോടുള്ള ബന്ധത്തിൽ പലയിടങ്ങളിലും പല സമയങ്ങളിലും ആരാധനകൾ നടക്കുന്നതായി കാണുവാൻ സാധിക്കും. എന്നാൽ ആഗോള വ്യാപകമായി സഭ ആരാധനയ്ക്കൊരു ചട്ടക്കൂടുണ്ട്, ആരാധനയ്ക്കൊരു ക്ലിപ്തതയുണ്ട്, ഒരു വിശ്വസ്തതയുണ്ട്. കൃത്യമായ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് കാണുവാൻ സാധിക്കും. എന്നാൽ അവിശ്വസ്തത മൂലം ദൈവസന്നിധിയിൽ നിൽക്കുന്നതായ പലരും അത് സമയ ക്ലിപ്തതയെ മനസ്സിലാക്കാതെ ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ കയറി ഇറങ്ങി പോകുന്നതായ അവസ്ഥകളാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ ദാരുണമായ ഒരു അവസ്ഥയാണ് സഭയുടെ ആത്മീയ പ്രബുദ്ധത അല്ലെങ്കിൽ സഭയെ ഉന്നതമായ ശൃംഖലയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായി തീരുന്ന വിശ്വസ്തയുടെ പര്യായങ്ങളായി ഓരോ വ്യക്തികളും മാറുവാൻ തക്കോണം കഴിയാതെ പോകുന്നത് അവിശ്വസ്തതയാണെന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ഈ ഒരു സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് മാറ്റുവാൻ കഴിയുന്നത്? നമ്മുടെ അവിശ്വസ്തതയെ മാറ്റുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് സ്വയം ഒരു അവലോകനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ വിശ്വസ്തത പോലെ തന്നെ വളരെ മൂല്യമുള്ള ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്. സമയത്തിന്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സമയക്ലിപ്തതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ
ആ സഭ അനുഗ്രഹിക്കപ്പെട്ട സഭയായി മാറുവാൻ, സമൂഹം അനുഗ്രഹിക്കപ്പെട്ട സമൂഹമായി മാറുവാൻ കാരണമായി തീരും. ഇന്ന് വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും കടന്നു വന്നൊന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള മനോഭാവത്തോടെ ഓരോ വ്യക്തികളുമായിരിക്കുകയാണ്. ഈ ദുഷ്കരമായ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പരിപാവനമായ ആരാധനാ സിസ്റ്റത്തിലൂടെ, പരിപാവനമായ ഉത്തരവാദിത്വത്തിലൂടെ, പരിപാവനമായ സമയക്ലിപ്തതയിലൂടെ, പരിപാവനമായ വിശ്വസ്തയോടെ നാം നിൽക്കുന്നുവെങ്കിൽ നമ്മെ ദൈവം മാനിക്കുകയും ചെയ്യും, നമ്മുടെ സഭകളെ ദൈവം മാനിക്കും. ഇന്ന് അനേകമായ വിഷയങ്ങളുടെ മുൻപിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതിന്റെ എല്ലാം പിന്നിലുള്ളതായ ചേതോവികാരം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു നിമിഷം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അവിശ്വസ്തതയാണ് ദൈവത്തിന്റെ നീതി അതിന്റെ നിലയിൽ വെളിപ്പെടുവാനുള്ള ഗുണം കാരണമല്ലാതെ ആയിത്തീരുന്നത്. നമ്മുടെ സമയലഭ്യതയെ കൃത്യമായി പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സമയത്തിന്റെ മൂല്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞല്ലോ, അതെ, ഇത് ദുഷ്കാലമാണ്. സമയത്തിന്റെ വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, വിശ്വസ്തത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ ഇതിനെയെല്ലാം മാറ്റിമറിക്കുവാൻ നമുക്ക് കഴിയും? ഒറ്റ കാര്യം ചെയ്യുക, അനുസരിക്കുന്നത് യാഗത്തെക്കായാലും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേലസ്സിനേക്കായാലും നല്ലത്. ഈ പ്രഭാതത്തിൽ സമയത്തെ കൃത്യമായി പാലിച്ചുകൊണ്ട് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുന്ന, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന, വിശ്വസ്തയോടെ ന്യായപാലനം ചെയ്യുന്ന നല്ല ദൈവ മക്കളായി തീരുവാൻ, ദൈവദാസിദാസന്മാരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം അതിനായിട്ടുള്ള നല്ല അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യനും മഹാപരിശുദ്ധനും സ്നേഹസമ്പൂർണനുമായിരിക്കുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവി, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. അങ്ങയുടെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനായിട്ട് ഞങ്ങളെ ഒരുക്കണം, ദയകടാക്ഷം കൂടിയിരിക്കണം. ഇന്ന് പ്രഭാതം ഞങ്ങളെ ഈ ശബ്ദപരിധിയിൽ ശ്രവിച്ച എല്ലാ ദൈവമക്കളെയും അവിടെ ഇവിടങ്ങളിൽ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇത് അനേകരുടെ വിടുതലിനും ആശ്വാസത്തിനും കാരണമാക്കി തീർക്കണം. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്, നിരാശയിലായിരിക്കുന്നവരുണ്ട്. അവർക്കൊക്കെയും വേണ്ടതായ ആശ്വാസവും സമാധാനം അവിടുന്ന് പകരം നൽകണം. ഈ മോർണിംഗ് തന്നെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഈ ശുശ്രൂഷ ലോകത്തിലെ വലിയൊരു മാറ്റത്തിന് മുഖാന്തരമാക്കി തീർക്കണം. പ്രാർത്ഥന എടുത്തുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ ഏറ്റവും താഴ്മേടുകൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമീൻ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയിൽ ഞങ്ങളെ ശ്രവിച്ച എല്ലാ ദൈവമക്കളെയും ദൈവമായ കർത്താവ് ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.